ഓരോ യുദ്ധങ്ങളും രാജ്യങ്ങൾക്ക് വ്യക്തമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. അതായത് യുദ്ധത്തിന്റെ രീതികൾ മാറ്റുക, യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ മാറ്റുക, കൂടാതെ ആയുധങ്ങളുടെ കരുത്ത് കൂട്ടുക എന്ന് മാത്രമല്ല, പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുക എന്നതാണ് മറ്റൊരു ആവശ്യം. ആധുനിക യുദ്ധമുഖത്തെ മുൻനിര പോരാളികൾ എന്നത് കൃത്യതയോടെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളുമാണ്. യുദ്ധരംഗത്തെ ഓരോ ചുവടുകളും കൃത്യമായി പഠിച്ചുകൊണ്ട് ഇന്ത്യ സ്വന്തം പ്രതിരോധ വ്യൂഹം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ്. 2025 മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക പ്രഹരശേഷിയുടെ മിന്നും പ്രകടനമായിരുന്നു. അന്നാണ് ഇന്ത്യയുടെ ആയുധക്കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് ലോക രാജ്യങ്ങൾ അറിഞ്ഞത്. അതിർത്തിക്കപ്പുറമുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾക്കും സൈനിക ലക്ഷ്യങ്ങൾക്കും കൂടാതെ ശക്തമായി അതിവേഗത്തിലും കൃത്യതയോടെയും ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന് ഈ ഓപ്പറേഷൻ തെളിയിച്ചതാണ്. ബ്രഹ്മോസ്, അതോടൊപ്പം തന്നെ പ്രാലെ ക്രൂയിസ് മിസൈലുകളും ദീർഘദൂര പീരങ്കികളും കാമിക്കേസ് ഡ്രോണുകളും ഒരേ സമയം അണിനിർന്നപ്പോൾ ശത്രുക്കൾ ഇന്ത്യയുടെ കരുത്തറിഞ്ഞു. അതോടെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിക്കാൻ ഒരു നീക്കം തന്നെ നടത്തിയത്. അങ്ങനെയാണ് പാകിസ്ഥാൻ നേരെ ഇന്ത്യൻ സൈനിക മേധാവിയൊക്കെ വിളിച്ചിട്ട് പാകിസ്ഥാൻ പറഞ്ഞത് നമുക്ക് സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്താമെന്ന്. രാജ്യത്തിന്റെ മാരകമായ മിസൈൽ ആസ്തികളെ കൂടുതൽ ഫലപ്രദമായി വിന്യസിക്കാൻ ഇന്ത്യക്ക് ഒരു സമർപ്പിത റോക്കറ്റ് ആൻഡ് മിസൈൽ സേന ആവശ്യമുണ്ടോ എന്നതാണ് ആ ചോദ്യം. ഭാവിയിലെ യുദ്ധങ്ങളിൽ കൂടുതൽ വേഗതയും ഏകോപനവും ഉറപ്പാക്കാൻ ഇത്തരമൊരു പ്രത്യേക സേനയ്ക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ പരമ്പരാഗത കൃത്യതയുള്ള ആക്രമണ ആയുധങ്ങളുടെയും ഡ്രോണുകളുടെയും വലിയൊരു ശേഖരം ഇന്ത്യക്കുണ്ട്. ഇവയെല്ലാം ഒരൊറ്റ കമാൻഡിന് കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കാലതാമസങ്ങൾ ഒഴിവാക്കാനും ഏതൊരു അടിയന്തര സാഹചര്യത്തിലും ശരവേഗത്തിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇന്ത്യക്ക് കഴിയും. അതോടെ തിരിച്ചടിക്കാനും നിലവിൽ ഇന്ത്യയുടെ റോക്കറ്റ് മിസൈൽ സംവിധാനങ്ങൾ കരസേന, നാവികസേന, വ്യോമസേന എന്നിവ നേരിട്ടാണ് നിയന്ത്രിക്കുന്നത്. കരസേനയുടെ പീരങ്കി ഡിവിഷനുകൾ ഉപരിതല അതോടൊപ്പം തന്നെ മിസൈലുകളും ബ്രഹ്മോസ് പോലുള്ള ക്രൂയിസ് മിസൈലുകളും കൈകാര്യം ചെയ്യുമ്പോൾ വ്യോമസേന വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകളെയും S-400 പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ട്. നാവികസേനയാകട്ടെ കപ്പലുകളിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു മിസൈൽ സേന രൂപീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്. കാരണം നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയും ഇതിനകം തന്നെ ഇത്തരം റോക്കറ്റ് സേനകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സിനെ മാതൃകയാക്കിയാണ് പാകിസ്ഥാൻ തങ്ങളുടെ ആർമി റോക്കറ്റ് ഫോഴ്സും അതോടൊപ്പം തന്നെ കമാൻഡ് അടുത്തിടെ രൂപം നൽകിയത്. ഒരു പരമ്പരാഗത മിസൈൽ സേന വികസിപ്പിക്കാൻ ഇന്ത്യ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പ്രതിരോധ സെക്രട്ടറി RK സിംഗും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും അതിർത്തിയിലെ വെല്ലുവിളികളുമാണ് ഇന്ത്യയുടെ ഈ തന്ത്രപ്രധാനമായ മാറ്റത്തിന് ഇന്ത്യയെ കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. ദേശീയ സുരക്ഷാ കൗൺസിൽ ഉൾപ്പെടെയുള്ള ഉന്നത സുരക്ഷാ സംവിധാനങ്ങളുടെ ശക്തമായ പിന്തുണയും ഈ പദ്ധതിക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.